തിരുവനന്തപുരത്ത് ഇന്ന് നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയുണ്ട്, മറ്റു ചില പരിപാടികളെല്ലാം ഉണ്ട്. ഇനി ഞങ്ങളുടെ പാർട്ടി യോഗങ്ങൾ, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എല്ലാം ഈ ആഴ്ചയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UDFും കോൺഗ്രസും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ ഇലക്ഷൻ കാരണം ഒന്ന് ഞങ്ങൾ കുറച്ച് സ്ലോ ആക്കിയതാണ്. ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ വേഗത്തിലാക്കി മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ല, നോ കമൻസ് എന്ന് പറഞ്ഞാൽ നോ കമൻസാണ്. ഞാൻ അവരെക്കുറിച്ചൊന്നും കമൻറ്റ് പറയുന്നില്ല. അവർ എന്നേക്കാൾ മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ അവരെക്കാൾ മുതിർന്ന ബോഡി നമ്മുടെ പാർട്ടിക്കകത്തുണ്ട്, AICC ആണ്. അതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് പറയേണ്ടത്. അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് ഒരു കമൻറ്റും പറയില്ല. അത് പാർട്ടി നേതൃത്വമാണ് എന്താണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. എൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന ഒരാളെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറയില്ല. ഞാനൊരു പാർട്ടി കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഒരു കമൻറ്റും ഞാൻ പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. ഞാൻ അതിലൊക്കെ താഴെ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അതിനുള്ള ന്യായീകരണങ്ങൾ തേടി പോവും. പക്ഷേ അദ്ദേഹം ഓർക്കേണ്ട ഒറ്റ കാര്യം, ഇടത്തെ കൈ PDPയുടെ തോളിലും വലത്തെ കൈ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ആസാമിയുടെ തോളിലുമായിരുന്നു. അത്രയും ഒന്ന് ഓർത്താൽ മതി. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. രണ്ട് കൈയും ആരുടെ തോളിലായിരുന്നു എന്ന്. അവരുടെ രണ്ട് കൈകളും ആരുടെ തോളിലായിരുന്നു എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ. ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് വർഗീയവാദികളും തീവ്രവാദികളുമാണ്. നിങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. പണ്ട് വിജയരാഘവൻ പറഞ്ഞു 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക്. അപ്പോഴും പറഞ്ഞു വർഗീയവാദികളും തീവ്രവാദികളുമാണ് പ്രിയങ്ക ഗാന്ധി ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഷൗക്കത്തിന് ജയിപ്പിച്ചതും വർഗീയവാദികളും തീവ്രവാദികളാണ്. അങ്ങനെയാണെങ്കിൽ കേരളം വലിയ അപകടകരമായ സ്ഥലമുള്ള 10,000-കണക്കിന് വർഗീയവാദികളും തീവ്രവാദികളുമുള്ള ഒരു കുഴപ്പം പിടിച്ച സ്ഥലമായി കേരളം മാറുമല്ലേ. പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്, ഈ നാട്ടിലെ ജനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ബോധ്യം വേണം. ഒരു കാര്യം, SDP ഒരു 9,500 വോട്ട് UDFിന് തന്നു എന്നാണ് പറയുന്നത്. അത്രയും വോട്ടൊക്കെ അവർക്ക് അവിടെ ഉണ്ടോ? എനിക്കറിയില്ല. കണക്ക് അവർക്ക് എത്ര വോട്ടുണ്ടെന്ന് കണക്ക് അറിയാവുന്നവർക്കേ അറിയുള്ളൂ. എന്തെല്ലാം ന്യായീകരണങ്ങളാണ്, എന്തെല്ലാം ന്യായങ്ങളാണ്. പിന്നെ അവർക്ക് 10,000 വോട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരും അവരവരുടെ വോട്ടുകൾ കുറയുമ്പോൾ ഉള്ള ഓരോരുത്തരും ന്യായീകരണം കണ്ടെത്തുകയാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ വിചാരിച്ചാൽ മതി. അത് അത്രയില്ല. അതിനൊന്നും എൻ്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഇല്ല. ഞങ്ങൾ അവരുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞല്ലേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങളല്ലാതെ ആരെങ്കിലും പറഞ്ഞില്ല. സ്നേഹപൂർവ്വം നിരസിച്ചു, വേണ്ടാന്ന് പറഞ്ഞു ഇല്ലേ, പറഞ്ഞില്ലേ, ഓർമ്മയില്ലേ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളതൊന്നും ആഘോഷിച്ചില്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. അതായിരുന്നു ആഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് കേരളത്തിൽ. അതൊന്നും ആഘോഷിച്ചില്ല നിങ്ങൾ. അതെടുത്ത ധീരമായ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അതാണ്. UDFിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധീരമായ തീരുമാനമായിരുന്നു അത്. ആ വോട്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെന്തിനാ അവർ നമുക്ക് വോട്ട് ചെയ്യുന്നു? ഇപ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അവർ ഭരിക്കട്ടെ തന്നെ. അവർ ഭരിച്ചവരൊന്നും കൂടി വഷളാകട്ടെ. ഓരോ ദിവസം കഴിയുന്നവരും ഒന്നും കൂടി വഷളാവും. അല്ലെങ്കിൽ ഇന്ന് രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അത് 5 വർഷത്തേക്കുള്ള മാൻഡേറ്റാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഭരിക്കട്ടെ. അവർ വഷളായി. അവർക്ക് ഇനി അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അവരൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല, അതൊരു തീവ്ര വലതുപക്ഷ സർക്കാരാണ്. BJPയുമായി ഒരു അവിശുദ്ധമായ ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരാണ്. ഡൽഹിയിലിരിക്കുന്ന ഏമാന്മാരെ പേടിച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ജനങ്ങളെ മറന്നുപോയവരാണ്, മുതലാളിത്ത മനോഭാവമുള്ളവരാണ്, സാധാരണക്കാരെ മറന്നുപോയവരാണ്. അതിനൊക്കെയാണ് ജനം പ്രതിഫലം കൊടുത്തത്. അത് തിരിച്ചറിയാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ഇനിയും അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതല്ലേ. അവരത് തിരിച്ചറിഞ്ഞ് നന്നായി പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. തിരിച്ചറിയരുത്. അപ്പോൾ കാണാം, ഇത് പോകും.